ജനനായക സിനിമ ലീക്കായിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു. സാധാരണ ഒരു സിനിമ ലീക്കായാൽ പെട്ടെന്ന് തന്നെ അത് തിയേറ്ററിലേക്ക് ഇറക്കും. കാരണം ഈ HD പ്രിന്റൊക്കെ ലീക്കായാൽ കൂടുതൽ ആളുകൾ കാണുന്നതിന് മുമ്പ് മാക്സിമം കളക്ഷൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ ഇറക്കുന്നത്. പക്ഷേ ജനനായകന്റെ കാര്യം നോക്കിയാൽ നിലവിൽ തമിഴ്നാട്ടിൽ ഇലക്ഷൻ വന്നു, അതിന്റേതായ ഒരു തിരക്ക്. മാത്രമല്ല ഏറ്റവും മെയിനായ കാര്യം, സിനിമ ഇപ്പോഴും സെൻസർ ബോർഡ് അപ്രൂവ് ചെയ്തിട്ടില്ല. ലീക്കായതിന്റെ കോർട്ട് കേസും നടക്കുന്നുണ്ട്. ആളുകൾക്ക് മെയിനായി ഇപ്പോൾ 2 ഡൗട്ടുണ്ട്. ഈ ഒരു സിനിമ ഇലക്ഷനെ കൂടി ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ഇറക്കാൻ പ്ലാൻ ചെയ്ത സിനിമയാണ്. ഇലക്ഷന് മുന്നേ തിയേറ്ററിൽ ഇറക്കാൻ പറ്റിയില്ല. പക്ഷേ കറക്റ്റ് ഇലക്ഷന് 2 ആഴ്ച മുമ്പ് സിനിമ HD ആയി ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇത് വിജയണ്ണന്റെ കളിയാണോ എന്ന് പലർക്കും ഒരു ഡൗട്ടുണ്ട്. രണ്ടാമത്തെ ഡൗട്ടാണ്, ലീക്കായ പല സിനിമകളും തിയേറ്ററിൽ വിജയം നേടിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ കബാലി സിനിമയൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇതൊക്കെ ലീക്കായി പെട്ടെന്ന് തന്നെ തിയേറ്ററിലേക്ക് വന്നു. അതായത് കബാലി ലീക്കായി വെറും 3 ദിവസത്തിനുള്ളിൽ തിയേറ്ററിൽ വന്നു. പക്ഷെ ജനനായകൻ വലിയൊരു ഡിലേ ആണ്. ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയായി. ഇനിയും 2 ആഴ്ച എടുത്താൽ ഏകദേശം 1 മാസമാകും. അങ്ങനെ വന്നാൽ ആരെങ്കിലും തിയേറ്ററിൽ പോയി കാണുമോ എന്ന ആളുകൾക്ക് ഡൗട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ കാര്യം നോക്കാം. വിജയണ്ണനാണോ ഇത് ലീക്ക് ചെയ്തത്? ഈ ഒരു സിനിമ എന്തായാലും ഇലക്ഷനെ കൂടി ടാർഗറ്റ് ചെയ്ത ഒരു സിനിമയായിരുന്നു. ഇതുകൊണ്ട് തന്നെ ചില സെൻസിറ്റീവ് ഡയലോഗ്സ് ഉള്ളത് കൊണ്ട് സെൻസർ ബോർഡിന്റെ കട്ടും സിനിമയ്ക്കുണ്ടായിരുന്നു. ഇതുപോലെ ഇലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം സിനിമയിലുണ്ടെങ്കിൽ ഇലക്ഷന് തൊട്ട് മുന്നേ ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ ഇറക്കാൻ കഴിയില്ല. ഇതിന് ഇലക്ഷൻ കമ്മീഷൻ വക ഡിലേ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇലക്ഷൻ ടൈമിൽ തിയേറ്ററിൽ വരില്ല എന്ന് മനസ്സിലാക്കിയ വിജയണ്ണൻ ആരെങ്കിലും യൂസ് ചെയ്തു ഇത് കറക്റ്റായി ലീക്ക് ചെയ്താൽ ഇലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നാണ് ആളുകൾ പറയുന്നത്. ആളുകൾ ഡൗട്ട് അടിക്കാനുള്ള മെയിൻ കാരണം ആ ഒരു ടൈം ലൈൻ തന്നെയാണ്. അതായത് ഇലക്ഷന് 2 ആഴ്ച മുന്നേ. അഥവാ വിജയണ്ണൻ ഇങ്ങനെ ചെയ്തു എന്ന് കരുതുക, അപ്പോഴും അത് തിയേറ്ററിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ആളുകൾ മൊബൈലിൽ കണ്ടാൽ കിട്ടണമെന്നില്ല. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, തിയേറ്ററിൽ ആളുകൾ കൈയടിക്കുന്നു, വിസിലടിക്കുന്നു, ഒരു ആവറേജ് സീൻ വരെ അടിപൊളിയായി തിയേറ്ററിൽ ഫീൽ ചെയ്യും. പക്ഷെ മൊബൈലിലെല്ലാം നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ്. മാത്രമല്ല ഈ ഒരു ലീക്കായ പ്രിന്റ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇല്ലീഗലായ ഒരു സംഭവമാണ്. കുറച്ചാളുകളിലേക്ക് എത്തുമെന്നുള്ളത് ശരിയാണ്, പക്ഷെ ഒരിക്കലും തിയേറ്ററിൽ ഇറക്കുന്നത് പോലെ ഒരു വലിയ പെർസെന്റേജ് ആളുകളിലേക്ക് എത്തില്ല. മാത്രമല്ല തിയേറ്ററിലെ ആളുകളുടെ എണ്ണം കുറഞ്ഞെന്ന് വരെ OTT വാല്യൂ കുറയാൻ ചാൻസ് ഉണ്ട്. പ്രൊഡ്യൂസർക്ക് കോടികളുടെ നഷ്ടം വരും. ഇനി അഥവാ വിജയണ്ണനാണെങ്കിൽ എങ്ങാനും ഇത് പിടിച്ചു കഴിഞ്ഞാൽ വിജയണ്ണന്റെ പേരിൽ ലീഗൽ കേസ് വന്നെന്ന് വരെ ഫിലിം അസോസിയേഷനിൽ നിന്ന് ചിലപ്പോൾ പുറത്താക്കിയെന്നും വരെ. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് വിജയണ്ണൻ അങ്ങനെ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. മാത്രമല്ല വിജയണ്ണനെതിരെ നിലവിൽ ഒരു എവിഡൻസും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇതുപോലെ നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാവും. അതായത് വിജയണ്ണൻ ഇനിയും അഭിനയിക്കുന്നുണ്ടെന്ന്. ജനനായകൻ സിനിമയുടെ നഷ്ടം നികത്താൻ വേണ്ടി ഫ്രീ ആയി ആ ഒരു സെയിം ടീമിനോടൊപ്പം നെക്സ്റ്റ് മൂവി ചെയ്യുന്നുണ്ടെന്ന്. എന്നാൽ ഇത് ഒട്ടും തന്നെ കൺഫേം ചെയ്യാത്ത വെറും ഒരു റൂമറാണ്. ഇനി അഥവാ വിജയണ്ണൻ ഇലക്ഷന് ജയിച്ചു, CM ആയി എന്ന് കരുതുക. ഈ ഒരു ടൈം പീരീഡിൽ വിജയണ്ണൻ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വളരെ കുറവായിരിക്കും. നിലവിൽ റിയാലിറ്റി എന്തെന്നാൽ കുറച്ച് എഡിറ്റേഴ്സ് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ സിനിമ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്തു. പിറ്റേ ദിവസം ടെലഗ്രാമിൽ ആദ്യ 5 മിനിറ്റ് ക്ലിപ്പായി ലീക്ക് ചെയ്തു. ശേഷം അതിന്റെ നെക്സ്റ്റ് ഡേ ഈ ഒരു ഫുൾ മൂവി ടെലഗ്രാമിലിട്ടു. ഇവരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് പ്ലാനിങ് ആണോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു തെളിവ് കിട്ടിയിട്ടില്ല. മറ്റൊരു കാര്യമാണ്, ഈ അറസ്റ്റ് ചെയ്ത എഡിറ്റേഴ്സിൽ ലീക്ക് ചെയ്ത മെയിൻ ആയിട്ടുള്ള വില്ലൻ ഇല്ല. കാരണം എന്തെന്നാൽ ആള് മദ്രാസ് ഹൈക്കോർട്ടിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരുന്നു. ഇത് കോർട്ടിൽ പെൻഡിംഗ് ആയി നിൽക്കുകയാണ്. അപ്പോൾ റിസൾട്ട് വരുന്നത് വരെ ടെമ്പററി ആയി ഒരു അറസ്റ്റ് ഉണ്ടാവില്ല. ഇനി ജാമ്യാപേക്ഷ തള്ളി കോടതിയിൽ കുറ്റം തെളിഞ്ഞു എന്ന് കരുതുക. പിന്നീട് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു 5 മുതൽ 7 വർഷം വരെ നേരെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇനി പ്രൊഡ്യൂസറിന് നഷ്ടമായ പൈസ ആളൊരു വലിയ പെർസെന്റേജ് തിരിച്ചു കൊടുത്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു ഇളവ് കിട്ടിയെന്നും വരാം. എന്തായാലും ഈ ഒരു കേസ് നിലവിൽ പെൻഡിംഗ് ആണ്. മറ്റൊരു കാര്യമാണ്, ഈ ഒരു സിനിമ ലീക്കായിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു. ഇനിയും ഒരു വലിയ ഡിലേ വന്നു 1 മാസം കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്തു എന്ന് കരുതുക. പലരും കരുതിയിരിക്കുന്നത് അപ്പോൾ 0 പ്രോഫിറ്റ് ആയിരിക്കുമെന്ന്. ഒരു നോർമൽ സിനിമയാണെങ്കിൽ എന്തായാലും വലിയൊരു ലോസ് ഉണ്ടാവും. പക്ഷെ വിജയണ്ണൻ, രജനീകാന്ത് ഇങ്ങനെ ഹൈ സ്റ്റാർഡമുള്ള നടന്മാർക്ക് അപ്പോഴും ഒരു 50% റിക്കവറി ചാൻസ് ഉണ്ട്. വിജയണ്ണന്റെ ലാസ്റ്റ് ഇറങ്ങിയ ഫ്ലോപ്പ് സിനിമകൾ നോക്കിയാൽ 200 കോടിക്ക് മേലെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഫാൻസുകാർ മാത്രം കണ്ടാൽ ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 200 കോടിക്ക് മേലെ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ സിനിമയുടെ ബഡ്ജറ്റ് 400 കോടിയാണ്. ഒരു 600-700 കോടി കളക്ഷൻ നേടിയാൽ മാത്രം സിനിമ ഒരു പ്രോപ്പറായ വിജയമാവുകയുള്ളൂ. നിലവിലെ സിറ്റുവേഷൻ വെച്ച് ഒരു 600-700 കോടി കളക്ഷൻ ചാൻസ് ചിലപ്പം കുറവാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 300 കോടി നേടിയെന്ന് കരുതുക. ഒരു സിനിമ 300 കോടി നേടിയാൽ അതിൽ 150 കോടി പ്രൊഡ്യൂസറിന്, 150 കോടി തിയേറ്റർ ഓണേഴ്സിനുമാണ്. അങ്ങനെ 2 ആയി സ്പ്ലിറ്റ് ചെയ്യും. ഇതുപോലെ OTT, മ്യൂസിക്, സാറ്റലൈറ്റ് ഇങ്ങനെ ഒരു എക്സ്ട്രാ പൈസ കൂടി പ്രൊഡ്യൂസറിന് കിട്ടും. നോർമൽ വിജയണ്ണന്റെ പടങ്ങൾക്ക് ഇങ്ങനെ 200 കോടിക്ക് മേലെ കിട്ടാറുണ്ട്. പക്ഷെ ഈ ഒരു സിനിമയുടെ OTT വാല്യൂ ചെറിയ രീതിയിൽ ചേഞ്ച് ആയെന്ന് വരാം.
ഏറ്റവും കുറഞ്ഞത് ഒരു 200 കോടിക്കടുത്ത് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ പ്രൊഡ്യൂസറിന് ടോട്ടൽ 350 കോടി പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ടോട്ടൽ ഒരു 350 കോടി. അപ്പോൾ 50 കോടി ലോസാണ്. നമ്മൾ നോക്കിയത് ഏറ്റവും കുറഞ്ഞ ഒരു ആവറേജ് കണക്കാണ്. ചിലപ്പോൾ സിനിമ ഇതിനേക്കാൾ കളക്ഷൻ നേടിയെന്ന് വരാം. അങ്ങനെ നേടിയാൽ ബഡ്ജറ്റ് ചിലപ്പോൾ റിക്കവർ ചെയ്യാൻ കഴിയും. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹൈ സ്റ്റാർഡമുള്ള നടന്മാരുടെ സിനിമകൾക്ക് ബഡ്ജറ്റ് ഫുള്ളി ലോസ് ആവാനുള്ള ചാൻസ് വളരെ റയറാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ നല്ലൊരു വിജയമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.